പിന്നെ എല്ലാവർക്കും സുഖം തന്നെ. കണ്ടിട്ട് കുറച്ച് നാളായിരുന്നു. അതാ ഈ ലൈവ് വരാൻ വേണ്ടിട്ടുണ്ടല്ലോ ഞാൻ ഇവിടെ ഷൂട്ട് കിടക്കണതിന്റെ അറ്റ. മലയാളം മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട പരമ്പരയാണ് ഉപ്പുമുളകും. 10 വർഷത്തിലേക്ക് കടന്നെങ്കിലും ഇന്നും പലർക്കും ഉപ്പുമുളകിനോട് പ്രത്യേക അടുപ്പമുണ്ട്. അടുത്തിടെ വീണ്ടും തുടങ്ങിയ പരമ്പര കൂടുതൽ പ്രേക്ഷക പ്രീതി പിടിച്ചുപറ്റി മുന്നേറുകയാണ്. എന്നാൽ 3-ാം സീസണിലേക്ക് എത്തുമ്പോൾ ഒട്ടേറെ നിർണായക മാറ്റങ്ങളും സീരിയലിന് ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ശ്രദ്ധേയമായ കാര്യങ്ങളിൽ ഒന്ന്. നിലവിൽ മുൻ സീസണുകളിലെ പ്രധാന കഥാപാത്രങ്ങളായ ബിജു സോപാനത്തിൻ്റെ ബാലുവും നിഷ സാരംഗിൻ്റെ നീലുവും വല്ലപ്പോഴും വന്നു പോകുന്ന നിലയിലാണ്. കഴിഞ്ഞ കുറച്ചധികം എപ്പിസോഡുകളിലുമാവട്ടെ ഇവരുടെ അഭാവം വലിയ രീതിയിൽ ചർച്ചയാവുകയും ചെയ്തിരുന്നു. ഇടയ്ക്ക് വന്ന വിവാദങ്ങളാണോ ഇവിടെയൊക്കെ അകറ്റി നിർത്തുന്നത് എന്നതായിരുന്നു പ്രധാനമായി ഉയർന്ന ചോദ്യം. ഇപ്പോഴിതാ ബാലുവും നീലുവും തിരികെ വരുന്നതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് മറുപടി നൽകി രംഗത്ത് വന്നിരിക്കുകയാണ് സീരിയലിൽ തന്നെ കനകത്തിൻ്റെ വേഷത്തിൽ അഭിനയിക്കുന്ന രോഹിണി രാഹുൽ. ഇപ്പോൾ ബാലു, നീലു എന്നീ കഥാപാത്രങ്ങളുടെയും മുടിയൻ്റെ കഥാപാത്രത്തെക്കുറിച്ചുമുള്ള ചോദ്യത്തിനും താരം മറുപടി നൽകിയിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി ഉപ്പുമുളകിൽ ഏറ്റവും ഇഷ്ടം ലച്ചുവിനെയാണെന്നും എനിക്കൊരു മദർലി ഫീലാണ്. ആൾ ഭയങ്കര സ്ലിമ്മാണ്, അടിപൊളിയാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധമെന്നും താരം പറയുന്നു. പിന്നെ സെറ്റിലെ എല്ലാവരും തമ്മിൽ നല്ല ബന്ധമാണ്, എല്ലാവരും നല്ല ആൾക്കാരാണ്, വളരെയധികം അടുപ്പമാണ്, എല്ലാവരും തമ്മിൽ മനസ്സുകൊണ്ടൊരു അടുപ്പമാണ്. ഈ സെറ്റിൽ ഒത്തിരി മിസ് ചെയ്യുന്ന ആളാണ് വിഷ്ണു. നല്ല അടുപ്പമായിരുന്നു. ഇവിടെ നിന്ന് പോയ ശേഷം അവൻ ഭയങ്കര ബിസിയല്ലേ. ഇവിടെ നിന്ന് പോയ എല്ലാവരും അങ്ങനെ തന്നെയാണ്. അതിനുശേഷം ഭയങ്കര ഉയരത്തിലല്ലേ. അവൻ വരുമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കതിൽ കൃത്യമായി ഒന്നും പറയാൻ കഴിയില്ല. പിന്നെ ബാലുവും നീലുവിൻ്റെയും കാര്യവും അങ്ങനെ തന്നെയാണ്. അവർ വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ എപ്പോൾ എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ കാര്യങ്ങളും ഇപ്പോൾ പറയാൻ സാധിക്കില്ല എന്നാണ് താരം പറയുന്നത്. ഉപ്പുമുളകിലെ നിങ്ങളുടെ ഇഷ്ടതാരം ആരാണെന്ന് കമൻറ്റ് ചെയ്യുക. ഇവരൊക്കെ തിരിച്ചു വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്നും പറയുക. വീഡിയോ ലൈക്ക്, ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്.